വാർത്തകളിലേക്ക് വീണ്ടും സൈന്യത്തെ അപമാനിച്ച് കോൺഗ്രസ്. ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവില്ലെന്ന് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി. എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്ന് ഇപ്പോഴും അറിയില്ലെന്നാണ് ചന്നിയുടെ പരാമർശം. കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ വിമർശനവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ഗൗതം അനിതനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വീണ്ടും കോൺഗ്രസ് സൈന്യത്തെ അപമാനിച്ചിരിക്കുകയാണ്. നിഖിലെ, കോൺഗ്രസ് തുടർച്ചയായി ഇത്തരം സൈന്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയാണ്. നേരത്തെ ഈ പുൽവാമയ്ക്ക് പകരമായി ബാലാക്കോട്ടിൽ ഇന്ത്യൻ പോർവിമാനങ്ങൾ എയർ സ്ട്രൈക്ക് നടത്തിയപ്പോഴും 2016 സർജിക്കൽ സ്ട്രൈക്ക് പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ഭാരതത്തിന്റെ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും സമാനമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഈ സർജിക്കൽ സ്ട്രൈക്കിനൊക്കെ തെളിവില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അന്നും പറഞ്ഞത്. ഇപ്പോൾ ഈ പഹൽഗാമിന് ശേഷം വലിയൊരു യുദ്ധസമാന അന്തരീക്ഷം അതിർത്തിയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കോൺഗ്രസ് MP-യുമായ മുതിർന്ന നേതാവ് ചരൺജീത് സിംഗ് ചന്നിയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് നടന്ന സർജിക്കൽ സ്ട്രൈക്കിലൊന്നും താൻ വിശ്വസിക്കുന്നില്ലെന്നും അതിന് ഒരു തെളിവുമില്ലെന്നും അതിന്റെ ദൃശ്യങ്ങൾ ഒന്നും ലഭ്യമല്ലെന്നുമാണ് ഇപ്പോൾ ചന്നി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിൽ ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് പറയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്, അതിനൊരു തെളിവുമില്ല എന്ന് ചന്നി പറഞ്ഞു. ഇതിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചപ്പോൾ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തെ പുറകിൽ നിന്നും കുത്തുന്ന പാരമ്പര്യമാണ് കോൺഗ്രസിന്റേത് എന്നാണ് BJP ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ BJP ആസ്ഥാനത്ത് സാംബിത് പാത്ര ഉൾപ്പെടെയുള്ള ദേശീയ വക്താക്കൾ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. BJP ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരു വിഷയമായി ഉയർത്തി കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാനാണ് സാധ്യത. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. തുടർച്ചയായും ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള പല പ്രത്യാക്രമണങ്ങളെയും അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ അതിന് തെളിവുകളില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ശൈലി മുൻപും കോൺഗ്രസിനുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നതോ അല്ലെങ്കിൽ ആ അന്തരീക്ഷം നിലനിൽക്കുന്നതോ ആയ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ചരൺജീത് സിംഗ് ചന്നി ഇപ്പോൾ സൈന്യത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ശരി ഗൗതം, നമുക്ക് ചന്നിയുടെ പ്രതികരണം കേൾക്കാം. हमारे देश में आकर कोई बम गिरे पता नहीं चलेगा. कहते जी पाकिस्तान में हमने सर्जिकल स्ट्राइक किए थे, कोई कुछ नहीं हुआ, कहीं नहीं दिखे सर्जिकल स्ट्राइक, किसी को नहीं पता चला. अरे मैं तो हमेशा मांगता रहा हूं भैया, लेकिन आज देश के लोगों के जरूरत है उनके जख्मों पे मल्लम लगाने की. हम डिमांड करते हैं कि भैया कुछ करो, बताओ देश को कौन है आदमी और उनको सजा दो.